ക്രൈസ്തവർ എൻഡിഎക്ക് വോട്ട് ചെയ്തില്ല. ദീപിക യുഡിഎഫിന് അനുകൂലമായി അച്ചുനിരത്തി. പാതിരിമാർ മഠങ്ങളിൽ വിളിച്ച് കോൺഗ്രസിന് വോട്ട് നൽകണമെന്ന് കന്യാസ്ത്രീകളോട് ആവശ്യപ്പെട്ടു. പി.സി. ജോർജും ഷോൺ ജോർജും സംയുക്തമായി പങ്കിട്ട അവരുടെ അമർഷം നിറഞ്ഞ ആശങ്കയെ മുൻനിർത്തി ചില കാര്യങ്ങളാണ് പോങ്ങനെന്ന് പറയുന്നത്. പക്ഷേ അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ ജാതി മത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എക്കാലത്തും ക്രൈസ്തവർ കൂട്ടത്തോടെ കോൺഗ്രസുകാരായിരുന്നു. ഒറ്റക്കെട്ടായി അവർ കൈപ്പത്തിക്കും രണ്ടിലേക്കുമൊക്കെ വോട്ട് കുത്തിയിരുന്നു. കർത്താവിന്റെ മണവാട്ടികളായിട്ടുള്ള കന്യാസ്ത്രീകളുടെ വോട്ടുകൾ കൈപ്പത്തിക്കും രണ്ടിലേക്കുമൊക്കെ ഉറപ്പിക്കാനായി കർത്താവിന്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള പാതിരിമാർ മഠങ്ങളിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കുമായിരുന്നു. സത്യമായും പോങ്ങത്തെയും അതുപോലെ തന്നെ കർത്താവിന്റെ മണവാട്ടിയുമായിട്ടുള്ള ഒരു കൂട്ടുകാരി പറഞ്ഞ സംഗതിയാണത് കേട്ടോ. കർത്താവിന്റെ മണവാട്ടികൾ മാത്രമല്ല, സാക്ഷാൽ കർത്താവും ഏതാനും പാതിരിമാരും വരെ ഈ പോങ്ങന്റെ സൗഹൃദത്തെ സമ്പന്നമാകുന്നുണ്ട്. സത്യമാണ്. അതിന്റെ എല്ലാം ഉറപ്പിലാണ് പോങ്ങൻ പറയുന്നത്. കോൺഗ്രസിന് അനുകൂലമായി ഇടയലേഖനങ്ങൾ രചിക്കാൻ ക്രൈസ്തവ സഭകൾ എക്കാലവും വളരെ പ്രത്യേകമായിട്ടുള്ള വളരെ സവിശേഷമായ ഒരുതരം ഉത്സാഹം കാണിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഒളിവും മറവും കൂടാതെ അച്ചടിമഷിയിൽ കോൺഗ്രസ് സ്നേഹം ചാലിക്കുന്നത് പത്രമുത്തശ്ശിയായിട്ടുള്ള ദീപികയുടെ സ്വഭാവവുമായിരുന്നു. അതായത് ഷോൺ ജോർജും പി.സി. ജോർജും ഒക്കെ ഇപ്പോൾ ഉയർത്തുന്ന ആശങ്കയ്ക്കും രോഷത്തിനുമൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം. ക്രൈസ്തവരുടെ ഈ കോൺഗ്രസ് പ്രേമത്തിൽ ഒട്ടും തന്നെ പുതുമയില്ല. ക്രൈസ്തവൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ പോങ്ങനത് വളരെ കൃത്യമായി പറയാൻ പറ്റും. ഷോൺ ജോർജിന്റെയും പി.സി. ജോർജിന്റെയും ഒക്കെ വോട്ടുകൾ പോലും എൻ.ഡി.എയുടെ പെട്ടിയിൽ വീണിട്ടുണ്ട് എങ്കിൽ ഒരു പക്ഷേ അതിന് കാരണം അവർ എൻ.ഡി.എ സ്ഥാനാർത്ഥികളായിരുന്നു എന്നത് മാത്രമാവും. പി.സി.യെ ഇടതിനും വലതിനും വേണ്ടതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നില്ലേ? അതിജീവന പ്രതിസന്ധി അത്രത്തോളം രൂക്ഷമായപ്പോഴല്ലേ പി.സി. ജോർജിന് പോലും എൻ.ഡി.എ ആവശ്യമായി വന്നത്? അതല്ലേ ശരി? അല്ലായിരുന്നുവെങ്കിൽ അവർക്കും സഭാധിപത്യ ബുദ്ധിയോടുകൂടി തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവേണ്ട ബാധ്യത വരുമായിരുന്നില്ലേ? താനും സഭയുടെ ഭാഗമാണ് എന്ന് ഷോൺ പറയുന്നത് പോങ്ങൻ കേട്ടായിരുന്നു, നിങ്ങളും കേട്ടിട്ടില്ലേ? അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമേ ഇല്ല. കാരണം അതുകൊണ്ടാണല്ലോ പ്രണയിച്ച പെൺകുട്ടിയുടെ മതത്തെ സഭയ്ക്ക് ഇണങ്ങുന്ന പരുവത്തിൽ പരിവർത്തനപ്പെടുത്തി എടുത്തിട്ട് അവളെ ഷോണിന് ക്കേണ്ടി വന്നത് അല്ലേ? അതൊന്നും പക്ഷേ അവരുടെ ആരുടെയെങ്കിലും കുറ്റമാണ് എന്ന് പോങ്ങൻ പറയില്ല. പോങ്ങൻ അങ്ങനെ കാണുന്നേയില്ല. വളരെ കുട്ടിക്കാലം മുതൽ മതം പഠിച്ചു വളരുന്ന ആളുകളിൽ മനുഷ്യപ്പറ്റിനേക്കാളും പ്രണയപ്പറ്റിനേക്കാളും മതപ്പറ്റ് സ്വല്പം കടന്നങ്ങോട്ട് നിൽക്കും. ജനാധിപത്യത്തെക്കാൾ മതാധിപത്യത്തിൽ അവർ വിശ്വാസം നിക്ഷേപിച്ചു പോകും. അതൊക്കെ വളരെ സ്വാഭാവികം മാത്രമാണ്, വളരെ സ്വാഭാവികം. കാരണം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ പഴമൊഴി. സത്യമാണ്. മദ്രസകളിലൂടെ ഇസ്ലാം മതവും വേദപാഠ ക്ലാസ്സിലൂടെ ക്രിസ്തു മതവും ചെയ്യുന്നത് വിശ്വസ്തരായിട്ടുള്ള അവരുടെ അനുയായികളെ വാർത്തെടുക്കൽ തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എത്ര വളർന്നാലും വളരെ കുഞ്ഞുനാളിൽ മണ്ടയിലേക്ക് എടുത്തു വെച്ചത് തീർച്ചയായിട്ടും മറന്നു പോവില്ല. മതം ഒരു രാഷ്ട്രവും വിശ്വാസികൾ ആ മതരാഷ്ട്രത്തിന്റെ സൈനികരുമാണ്. ആ ബോധ്യത്തോടെയാണ് മതസ്ഥർ ഈ മതേതര രാഷ്ട്രത്തിൽ പുലരുന്നത്. ഹിന്ദു സമൂഹത്തിൽ ജനിക്കുന്ന ഒരുവന് പക്ഷേ മതസ്ഥനായി വളരാനുള്ള അവസരം തീരെയില്ല കേട്ടോ, ഒട്ടുമില്ല. ഹിന്ദുക്കളെ ആരും മതം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരായി ജീവിക്കാനും അസൽ മതേതരരായി നരകിക്കാനും മാത്രം വിധിക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഭാഗം മാത്രമായി ഹിന്ദുക്കൾ ചുരുങ്ങി എന്നുള്ളതാണ് സത്യം. ഹിന്ദുക്കളെ മതം പഠിപ്പിക്കണമെന്നല്ല കേട്ടോ പോങ്ങൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പഠിക്കാനോ തക്ക മതത്വം ഹിന്ദു എന്ന് പറയുന്ന സാമൂഹ്യ സംവിധാനം കൊണ്ടു നടക്കുന്നില്ല എന്നുള്ള സത്യം ഈ പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. മനുഷ്യരായി ജനിച്ച ഹിന്ദുക്കൾ മനുഷ്യരായി തന്നെ ജീവിച്ചു മരിച്ചാൽ മതി. മതപ്പറ്റല്ല, മനുഷ്യപ്പറ്റാണ് ഹിന്ദുവിന്റെ ശക്തി. ഒട്ടും തന്നെ മതത്വം പേറുന്നില്ലെങ്കിലും ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യന് വളരെ സുഗമമായി ജീവിക്കാൻ വേണ്ട സകലതും ശാസ്ത്രവിധിപ്രകാരം ഹൈന്ദവത ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു അഭിമാനം ഹിന്ദു എന്ന നിലയിൽ ഈ പോങ്ങന്റെ ഉള്ളിലുമുണ്ട് എന്നുള്ളതാണ് സത്യം. യോഗയും ആയുർവേദവും ജ്യോതിഷ ശാസ്ത്രവും ആത്മീയതയും ഒക്കെ മനുഷ്യരുടെ ഈ ഭൗമ ജീവിതത്തെ സഹായിക്കാൻ വേണ്ടി ഭാരതം വിഭാവനം ചെയ്തതാണെന്ന ബോധ്യവും തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടെ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അതല്ല നമ്മുടെ വിഷയം എന്നതുകൊണ്ട് പോങ്ങൻ അതുവഴി എന്തായാലും നാവ് തെളിക്കുന്നില്ല. നമ്മുടെ വിഷയം പി.സി. ജോർജും അദ്ദേഹത്തിന്റെ മകനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ക്രൈസ്തവർ ബി.ജെ.പി. നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാത്തതിൽ ഹിന്ദുക്കൾ അതിശയം കൂറുകയോ സംഘികൾ അമർഷം കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമേയില്ല. പി.സി. ജോർജിനും ഷോൺ ജോർജിനും കൂടി പോങ്ങൻ പറഞ്ഞത് ബാധകമാണ് കേട്ടോ. ഞാനും ഷോൺ ജോർജും
കേരള നിയമസഭയെ കാണും. എന്തായാലും പ്രീണനം കൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കില്ല. ആ സത്യം ബി ജെ പി മനസ്സിലാക്കിയാൽ വിഡ്ഢികളായല്ലോ എന്ന് പറയുന്ന ചമ്മലിൽ നിന്നും സംഘികൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാം. വിഡ്ഢികളായല്ലോ എന്ന് പറയുന്ന ചമ്മൽ അല്ലെങ്കിൽ നാളെ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ബഹുഭൂരിപക്ഷം ക്രൈസ്തവർക്കും ബി ജെ പി എന്നത് വെറും ഒരു ഹിന്ദു പാർട്ടി മാത്രമാണ്, ഒരു വർഗീയ പാർട്ടി മാത്രമാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എന്ന് പറയാൻ കാരണം ക്രിസംഖികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സംഘം ക്രൈസ്തവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദയം കൊണ്ടിട്ടുണ്ട്, ഇല്ലേ? കുറച്ചെങ്കിലും ക്രൈസ്തവർ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട് എന്നതാണ് സത്യം. ബി ജെ പിയോടുള്ള വിശ്വാസമോ ഹൈന്ദവരോടുള്ള സ്നേഹ സാഹോദര്യമോ ദേശീയതയോടുള്ള ആഭിമുഖ്യമോ ആണോ, അല്ലെങ്കിൽ അതൊക്കെ മാത്രമാണോ അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറയുന്നത് പോലെയാണ് സത്യത്തിൽ കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോകാനുള്ളത്. അതുപോലെ താരതമ്യം ചെയ്യാനുള്ള അവരുടെ കഴിവും ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഘടകമാണ്. താരതമ്യം ചെയ്യാനുള്ള കഴിവ് എന്ന് വെച്ചാൽ ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവർ അനുഭവിക്കുന്ന കഷ്ടതകൾ എത്രയെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഹൈന്ദവർ ഭൂരിപക്ഷമായിട്ടുള്ള ഭാരതത്തിൽ അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നും അവർ ആലോചിക്കുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെയും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തെയും ക്രൈസ്തവ ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ സാഹോദര്യ ബുദ്ധിയും സഹിഷ്ണുതയുമുള്ള കൂട്ടരാണ് എന്ന് പറയുന്ന ബോധ്യം അവരുടെ ഉള്ളിലേക്ക് നിറയും. അവരങ്ങനെ അത് മനസ്സിലാക്കും. മതേതരത്വം ഹിന്ദുക്കളുടെ മനസ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു വൈകാരികാവസ്ഥയാണെന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഈ താരതമ്യ ശേഷിയും തിരിച്ചറിവുമുള്ള ക്രൈസ്തവർ ക്രിസംഖി എന്ന വിളി കേൾക്കുന്നു എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഓഹരി വിപണിയിലെ ഒരു ഊഹക്കച്ചവടക്കാരൻ അദാനിയുടെ കമ്പനിയിൽ പണം നിക്ഷേപിക്കുന്നത് അദാനിയെ സമ്പന്നനാക്കാനാണോ? അല്ല, തനിക്ക് കൂടുതൽ ലാഭം അദാനിയുടെ കമ്പനി നൽകും എന്ന് പറയുന്ന വിശ്വാസമാണ് അതിന് കാരണം, അല്ലേ? ആ വിശ്വാസം തെറ്റൊന്നുമല്ല, മോശമൊന്നുമല്ല. അതുപോലെയാണ് ഇന്ന് ബി ജെ പിക്കൊപ്പം ആളുകൾ കൂടുന്നത് എന്നാണ് പോകാൻ പറഞ്ഞതിന്റെ ചുരുക്കം. 2020 ആയാലും BDJS ആയാലും അല്ലെങ്കിൽ മറ്റേത് ഘടകകക്ഷി ആയാലും NDAയുമായുള്ള അവരുടെ സഹകരണത്തിന് പിന്നിൽ ദേശസ്നേഹമോ ഹിന്ദു പ്രേമമോ ബി ജെ പി കുറവാണുള്ളതെന്ന് ഈ പോങ്ങൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അതുമാത്രമാണ് കാരണമെന്ന് ഞാൻ കരുതുന്നില്ല. ബി ജെ പി അതിവേഗം കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ കരുത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ശക്തരാവുകയും നേട്ടമുണ്ടാക്കുകയും ഭാവി ശോഭനമാക്കുകയും ചെയ്യുക എന്നതാണ് മിക്കവരുടെയും ലക്ഷ്യം. സത്യത്തിൽ കേരളത്തിലെ NDAയുടെ ഘടക കക്ഷികളെ കൊണ്ട് അതിന്റെ നേതാക്കന്മാർക്കും ആ നേതാക്കന്മാരുടെ ഏതാനും ആശ്രിതർക്കും അവരുടെ കുറച്ച് അടിമകൾക്കും മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ. അതെന്തോ ആവട്ടെ, അതൊക്കെ അവരുടെ കാര്യം, രാഷ്ട്രീയ കാര്യം. എന്തായാലും പോകാൻ വേറൊരു സംഗതി കൂടി ഓർമ്മിപ്പിക്കാം. അതായത് ഒരു കാലത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി കോൺഗ്രസിനായിരുന്നു വോട്ട് കൊടുത്തിരുന്നത്. 2016 മുതൽ ഇരുവിഭാഗത്തിലുമുള്ള തീവ്ര മൗലികവാദികളുടെ പ്രിയത്തിന് പാത്രമാവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. അവരെ അതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ ബി ജെ പിയോടുള്ള വിരോധവും സംഘികളോടുള്ള വെറുപ്പും ഭൂരിപക്ഷക്കാർ എന്ന് പറയുന്ന നിലയിൽ ഹൈന്ദവരോടുള്ള അപ്രിയവുമായിരുന്നു. ഭൂരിപക്ഷക്കാർ എന്തോ ഒരു കെട്ട കൂട്ടരാണ്. മറ്റു രണ്ട് കൂട്ടരും ന്യൂനപക്ഷം എന്ന് പറയുന്ന നിലയിൽ ഒരു നുഖത്തിൽ പോകാം, അത് UDFന്റെ നുഖത്തിൽ പോകാം എന്ന് വിചാരിക്കുകയും ചെയ്തു. UDFന്റെ നുഖത്തിലെ രണ്ട് കാളകളായിട്ട് ക്രൈസ്തവരും മുസൽമാന്മാരും നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് സ്ഥിതി മാറി. BJP വിരുദ്ധത, സംഘിവെറുപ്പ്, ഫാസിസത്തിൽ ചാരി ഹൈന്ദവരെ തല്ലാനുള്ള കഴിവ്, ഇതിലൊക്കെ ഇന്ന് ഇടതുപക്ഷത്തെക്കാൾ പ്രാപ്തി വലതുപക്ഷത്തിനാണുള്ളതെന്ന് തീവ്ര മത മൗലികവാദികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം തീവ്ര മതപ്പറ്റുള്ള തരം ക്രൈസ്തവരും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരൊക്കെ പതിവ് പോലെ കോൺഗ്രസ് കൂടാരത്തിലേക്ക് തിരിച്ചു കയറി എന്ന് മാത്രം കരുതിയാൽ മതി. പാലായിലോ പൂഞ്ഞാറിലോ എന്നല്ല, ഒരൊറ്റ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിലും NDA മുന്നണി ഇത്തവണ വിജയിക്കില്ല എന്നാണ് പോങ്ങന്റെ ഒരു നിരീക്ഷണം. BJP പാളയത്തിലേക്ക് ക്രൈസ്തവരെ എത്തിക്കാൻ ശ്രീമാന്മാരായിട്ടുള്ള ജോർജ് കുര്യനോ അൽഫോൺസ് കണ്ണന്താനത്തിനോ PC ജോർജിനോ ഷോൺ ജോർജിനോ അനൂപ് ആന്റണിക്കോ അനിൽ K ആന്റണിക്കോ അല്ലെങ്കിൽ റെജി ലൂക്കോസിനോ അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള വ്യക്തികൾക്കോ നേതാക്കൾക്കോ ഒന്നും കഴിയില്ല. ഇനിയിപ്പോ ശുദ്ധഹൃദയരായിട്ടുള്ള സംഘികളും നിഷ്കളങ്ക ചിത്തരായിട്ടുള്ള ഹൈന്ദവരും സാക്ഷാൽ ഹെഡ്ഗേവാറിന്റെ ക്രൈസ്തവ പതിപ്പായി കണക്കാക്കുന്ന തീർത്തും സാക്ഷാൽ തന്നെയായിട്ടുള്ള നമ്മുടെ ഷാജൻ സ്കറിയയ്ക്ക് പോലും BJPയുടെ പെട്ടിയിൽ ഓരോറ്റ ക്രൈസ്തവ വോട്ട് പോലും എത്തിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ട് പോലും കൈപ്പത്തിപ്പിടിയിൽ നിന്നും വിട്ടുപോകില്ല എന്നാണ് പോങ്ങന്റെ ഒരു നിഗമനം. അതായത് നാവ് പറയുന്നത് കൈ കേൾക്കില്ല, അതാണ് സത്യം. കേരളത്തിലെ ക്രൈസ്തവരെയും ക്രൈസ്തവ സഭകളെയും BJPയിൽ എത്തിക്കാൻ ഒരു കൂട്ടർക്കേ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു കൂട്ടർ മനസ്സ് വെക്കണം. സുഡാപ്പികളാണ് ആ കൂട്ടർ. അവിലും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളാൻ തന്തയുടെ തോളത്തിരുന്ന് ഭീഷണി പറഞ്ഞിട്ടുള്ള ആ സുടുക്കിടാവില്ലേ, അവന്റെ തന്ത പ്രായം മൂത്ത് ചത്തു കഴിയുന്ന കാലത്ത് തോളത്തിരുത്തി ആ തന്ത പഠിപ്പിച്ച ഭീഷണി അത് പ്രാവർത്തികമാക്കാൻ ആ സുടുക്കിടാവ് തെരുവിലിറങ്ങുന്ന കാലം വരില്ലേ? അക്കാലത്ത് ചിലപ്പോൾ ക്രൈസ്തവ സഭകൾക്ക് NDAയോട് പ്രിയം തോന്നാം. പിതാവിനെ ഇവിടെ വന്ന് ആക്രമിച്ചു, പാലായിൽ വന്ന് ആക്രമിച്ച് കല്ലെടുത്ത് എസ്തീറ്റ് ഒന്ന് നോക്കാനൊരു തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് എതിർത്തത്.
ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ല എതിർത്ത്. പിന്നെ ആരാ സഹായിക്കും? RSSകാരാണ് വന്നത്. കുറച്ചു കാലം മുൻപാണ് വാട്സപ്പ് വഴിയുള്ള സന്ദേശം നാട്ടു നടപ്പായി വരുന്ന കാലം. ഇച്ചിരി പഴകിയ ഒരു കാലം. വാട്സപ്പ് പ്രചാരത്തിൽ വന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെ സാമ്പ്രദായിക SMS രീതികളൊക്കെ വിടിഞ്ഞ് വാട്സപ്പിലൂടെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്ന കാലത്ത്, ആ കാലത്ത് പാലായിലെങ്ങും പ്രചരിച്ച ഒരു സന്ദേശമുണ്ടായിരുന്നു. 10 കൊല്ലത്തിനകം പാലാ ഞങ്ങൾ പേട്ടയാക്കും. ഇതായിരുന്നു ആ സന്ദേശം. 10 കൊല്ലത്തിനകം പാലാ ഞങ്ങൾ പേട്ടയാക്കും. 2047 ഭാരതത്തെ ഇസ്ലാമിക ഭരണത്തിൻ കീഴിലാക്കാൻ ഉന്നമിട്ടുകൊണ്ട് ഈരാറ്റുപേട്ടയിലിരുന്ന് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു സുഡാപ്പി വാട്സപ്പിൽ നെയ്തെടുത്ത ഒരു സ്വപ്നമായിരുന്നു ആ സന്ദേശം. 10 കൊല്ലത്തിനകം പാലാ ഞങ്ങൾ പേട്ടയാക്കും. എന്തായാലും പണ്ടത്തെ പാലയല്ല ഇന്നെന്ന് പഴയ പാലാക്കാർക്ക് വളരെ നല്ലോണം അറിയാം. കൂടുതലൊന്നും ഇപ്പോൾ പോകാൻ പറയുന്നില്ല. BJPയോട് ഒന്നേ പോകാൻ പറയാനുള്ളൂ. പോങ്ങനായി പോയതുകൊണ്ട് കേൾക്കാതിരിക്കരുത്. ബുദ്ധിജീവികളുടെ വർത്തമാനം മാത്രമേ കേൾക്കൂ എന്ന് പറയുന്ന വാശി BJPക്കും പാടില്ല. പോങ്ങന്മാരെയും കേൾക്കണം. പോങ്ങനായി പോയതുകൊണ്ട് കാര്യമാണ് പറയുന്നതെങ്കിൽ കാര്യമായി തന്നെ സ്വീകരിക്കണം. പ്രീണിപ്പിച്ച ക്രൈസ്തവരെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല കേട്ടോ, ഒട്ടും തന്നെ സാധിക്കില്ല. ക്രൈസ്തവൻ എന്ന നിലയിലാണിത് പറയുന്നത്. പാലായിൽ ജനിച്ചു വളർന്ന ക്രൈസ്തവൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പോങ്ങനാണിത് പറയുന്നത്. നാട്ടുസംഖ്യകളെല്ലാം കൂടി അവരെ പിടിച്ച് തച്ചിന് സ്നേഹിക്കാൻ നോക്കിയാലും വിശേഷമില്ല കേട്ടോ, അതും പറയണം. കാരണം പരസ്പരം നല്ലോണം സ്നേഹിക്കുന്നവരായതുകൊണ്ട് പുറത്തുനിന്ന് സ്നേഹം സ്വീകരിക്കേണ്ട കാര്യം അവർക്കില്ല, ഒട്ടും തന്നെയില്ല. ഒന്നുകിൽ കേരളത്തിലെ BJP ഘടകത്തിൽ നിന്നും ഹൈന്ദവരെ മുഴുവൻ കുടഞ്ഞു കളഞ്ഞിട്ട് ആ പ്രസ്ഥാനം നടത്താൻ അവരെ അങ്ങോട്ടേക്ക് ഏൽപ്പിക്കണം. അങ്ങനെ വന്നാൽ കേരളത്തിൽ താമര വിരിയും ഉറപ്പായിട്ടും. 2 ഇലയുമായി കൈപ്പത്തിയിൽ താമര വിരിഞ്ഞു നിൽക്കും. ഏത് ഇനി അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോങ്ങൻ നേരത്തെ പറഞ്ഞതുപോലെ സുഡാപ്പികൾ സഹായിച്ചേ മതിയാവും. അതല്ലാതെ ക്രൈസ്തവ സഭ ഒരിക്കലും BJPയോട് ചേരില്ല. എന്നാൽ ചേർന്നു നിൽക്കുന്ന ക്രൈസ്തവരിലൂടെ BJPയിൽ നിന്നും സഭ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും കേട്ടോ, അതും പ്രത്യേകം ഓർത്തോണം. ചുരുക്കി പറഞ്ഞാൽ നിലവിലെ ക്രൈസ്തവ പ്രീണനം കൊണ്ട് BJPക്ക് നഷ്ടം മാത്രമായിരിക്കും ലാഭമായി ലഭിക്കുക. ഉണ്ടാവുന്ന നഷ്ടത്തെ ലാഭമെന്ന് കൂട്ടി സഹിച്ചോളുക, സമാധാനിച്ചോളുക, പറഞ്ഞു എന്ന് മാത്രം. നഷ്ടഭയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഈ പോങ്ങന് പറയാൻ പറ്റുന്നത്. ഇത്രയും പറഞ്ഞത് കൊണ്ട് മാത്രം എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളാവും ഇനി സംഭവിക്കുക എന്നുള്ള കാര്യം വളരെ നല്ലോണം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പോങ്ങൻ ഇത്രയും പറഞ്ഞത്. കാഴ്ചക്കാരുടെ നഷ്ടം, സബ്സ്ക്രൈബർമാരുടെ നഷ്ടം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്നേഹമുള്ള നല്ല മനുഷ്യരുടെ നഷ്ടം. കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ നല്ല മനുഷ്യരായിട്ട് കൂടി അവർക്ക് തോന്നിപ്പോകും ഞാൻ എന്തോ വർഗീയത പറഞ്ഞു, അങ്ങനെ തോന്നിപ്പോകും. കഷ്ടകാലം എന്തോ ആവട്ടെ, പക്ഷെ സത്യം പറഞ്ഞ് സമ്പാദിക്കുന്ന നഷ്ടം സത്യത്തിൽ നേട്ടം തന്നെയാണ് അല്ലേ? അങ്ങനെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് കാണാം. അതിസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ സമൃദ്ധി കൊണ്ട് കണ്ടമാനം പൊറുതിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടുന്ന സന്മനസ് കാണിക്കണം. നിങ്ങളുടെ ആ അത്തരത്തിലുള്ള സഹകരണ ബുദ്ധി കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നാവാടാനുള്ള ഊർജം കിട്ടും. അതല്ലെങ്കിൽ അതിജീവന പ്രതിസന്ധി എന്ന് പറയുന്ന ഒന്ന് രൂക്ഷമായിട്ട് എന്നെ നോക്കി നിൽക്കും. നാവെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പെറത്തരം മാത്രം പറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സ്നേഹം തോന്നില്ല, എന്നാൽ വെറുപ്പ് തോന്നുകയും ചെയ്യും. ഇവനെ അങ്ങോട്ടൊന്ന് മർദ്ദിച്ചാലോ അതല്ലെങ്കിൽ ഇവനെ അങ്ങോട്ട് നശിപ്പിച്ചാലോ, ഇവൻ്റെ ജീവിതം അങ്ങോട്ട് വഴിമുട്ടിപ്പിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോകും. അല്ലെങ്കിൽ ഇവൻ്റെ കഞ്ഞിയിൽ പൂഴിയിട്ടാലോ എന്നൊക്കെ ആളുകൾക്ക് തോന്നുമെന്നുള്ളത് കൊണ്ട്, സംഘങ്ങൾക്ക് തോന്നുമെന്നുള്ളത് കൊണ്ട്, വലിയ ശക്തരായിട്ടുള്ള സമൂഹത്തിന് തോന്നുമെന്നുള്ളത് കൊണ്ട് ജീവിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യപ്പറ്റുള്ള സഹകരണ ബുദ്ധിയുള്ള ആളുകൾ സാമ്പത്തികമായി ഉള്ള സമൃദ്ധിയുടെ പൊറുതിമുട്ട് കൂടി അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ തുക മുടക്കിക്കൊണ്ട് ഈ ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക, ഈ ചാനലിലെ മെമ്പർ ആവുക, അങ്ങനെ എൻ്റെ രക്ഷകർത്താവുക, എന്നെ പോറ്റുക, എൻ്റെ പോറ്റുമാരാവുക. പിന്നെ അത്രയൊന്നും സാമ്പത്തിക ശേഷിയില്ലാതെ പോങ്ങനെ പോലുള്ള ഒരു പരിമിതമായ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാലും മതി, സഹകരിച്ചാലും മതി. തീർച്ചയായിട്ടും നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സ്നേഹം, സന്തോഷം. ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്, പരിഭവിക്കരുത്, തീർച്ചയായിട്ടും പിണങ്ങിപ്പോകരുത്. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോളൂ, എന്തും പറഞ്ഞോളൂ, ഞാൻ എല്ലാം കേട്ടോളാം. പക്ഷെ പിണങ്ങിപ്പോകരുത്. നമുക്കൊരു സമൂഹമായി, സമൂഹമായി നമുക്ക് മുന്നോട്ട് പോവാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അടുത്ത വീഡിയോയോടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. സ്നേഹം, ടാറ്റ.